ഹായ്! ഇന്ന് നമുക്ക് കുറച്ച് ജേർണൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് ആദ്യമായിട്ട് ഒരു A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സർക്കിളോ അങ്ങനെയുള്ള എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്നും കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനും ഒന്ന് കളർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ, യെല്ലോ, ഓറഞ്ച് ഈ കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇത് കളർ ചെയ്തെടുക്കാം. അടുത്ത കളർ ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ ആണ്, ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ വാട്ടർ കളറൊന്നും അല്ല എടുത്തിട്ടുള്ളത്, ബ്രഷ് പെന്നാണ്. ബ്രഷ് പെൻ വെച്ചിട്ടൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ കളർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ വാട്ടർ കളർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും ഒട്ടിപ്പിടിക്കാതെ വേറെ ഏതെങ്കിലും ഒരു പേപ്പറിലോട്ടോ ഷീറ്റിലോട്ടോ ഒന്ന് മാറ്റി ഉണങ്ങാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതിൽ പെൻസിൽ വെച്ചിട്ടാണല്ലോ വരച്ചിട്ടുള്ളത്, അതെല്ലാം ഒന്ന് ഡാർക്കായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് ഒരു ബ്ലാക്ക് പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലൊക്കെ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് അഴിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പേപ്പറിലേക്കാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പോൾ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഈ തുണിയൊക്കെ മേടിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു കവറാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഹെഡിങ് ആയിട്ട് കൊടുക്കാനായിട്ട് ഞാനൊരു A4 പേപ്പറിൽ മറ്റേ പെയിൻറ്റ് കുറച്ച് ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ബാലൻസ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.